വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് എങ്ങോട്ടാ പോന്നേ? എങ്ങോട്ടേക്ക് പോയിക്കോട്ടെ. എങ്ങോട്ടാ പോന്ന പറ. അതെന്താ നീ എന്താ ഇങ്ങനെ പറ. പാട്ട് ചാട്ടിയാണ്, എനിക്ക് കോപ്പിറൈറ്റ് വരുന്നത് പാട്ട് വെക്കുന്നതിനനുസരിച്ച്. ഞങ്ങൾ ഡേ ടു ഡേ പോവാണേ. കണ്ടിട്ടുണ്ടോ ഡേ ടു ഡേ? ലുലുലാണോ പോന്നേ? എവിടെയെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കുവോ? എന്നോട് ഡേ ടു ഡേ ലുലു, ആദ്യം ലുലു പറഞ്ഞു, ഇപ്പൊ ഡേ ടു ഡേ പറഞ്ഞു, പിന്നെ മാറ്റി പറയുന്ന പറ്റില്ല, ഓഫാക്കില്ല. ഇതിലാവുമ്പോ പിന്നെ ഓനൊന്നും പറയില്ല. അപ്പൊ ഇവിടെ നമ്മൾ ചായ എടുക്കുന്നില്ല. എന്താ പറയണ്ടോ? ആ പാട്ട് ഓഫാക്കണോ? ഡാൻസ് കളിക്കുന്നില്ലേ? ഞാൻ വീഡിയോ എടുക്കുമ്പോ ഡാൻസ് കളിക്കുന്നില്ല. ആകെ 5 മിനിറ്റിന്റെ ദൂരം പോലില്ല. അതിനൊക്കെയാണ് പാട്ടിട്ടിട്ടേ വണ്ടിന്ന് പോവും. അങ്ങനെ ഒരു പ്രത്യേക തരം ജീവിയാ അല്ലേ? ഒച്ച വെക്ക് പാട്ട്, കോപ്പിറൈറ്റ് വരും പാട്ട് വെച്ചാ. പറഞ്ഞാ മനസ്സിലാവില്ല. എന്താ പേട്ടാ, പേടിയാവുന്നുണ്ടോ? You look so beautiful in the camera actually. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഇതിപ്പോ സമയം ഇവിടത്തെ ഉച്ച 12 മണിയാണ്. പക്ഷെ ഇവിടെ വെയിലില്ല, വെയിലെല്ലാം പോയി. നമ്മളെ തണുപ്പ് കാലത്തിലേക്ക് വരവേൽക്കാണ്. ഡിസംബർ ആയല്ലോ, നമ്മളെ ക്രിസ്മസ് മാസം. അപ്പൊ അടിപൊളിയായിട്ടാണ് കാലാവസ്ഥ ഉള്ളത്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് ഇത്രയും നല്ല കാലാവസ്ഥയിൽ ഈ നട്ടുച്ച നേരത്ത് പോകാൻ പറ്റുന്ന പുറത്ത്. കണ്ടോ, വെയിലിന്റെ ഒരു പൊടി പോലും ഇല്ല. ഞാൻ എന്റെ ഫേസിൽ കാണിച്ചിരാവേ. സാധാരണ ഞാനിങ്ങനെ വീഡിയോ ഈ നട്ടുച്ച നേരത്തൊക്കെ എടുക്കുമ്പോ നിങ്ങൾ കാണാറില്ലേ വെയിൽ ഇങ്ങനെ മുഖത്തൊക്കെ അടിക്കുന്നത്? വെയിലില്ല, നോ വെയിൽ, അബി നോ വെയിൽ. എന്തുകൊണ്ട്? എന്തുകൊണ്ടെന്ന് വെച്ചാൽ വെയിലില്ല. നല്ല ക്ലൈമറ്റ് എന്നൊക്കെ പറഞ്ഞാൽ രാവിലെയൊക്കെ ഭയങ്കര നല്ല ക്ലൈമറ്റാ, ഒന്നും പറയാനില്ല. നമ്മളെന്താ ഇവിടെ എവിടെയോ കേറാൻ പോവാ. ഓക്കെ, പോയിട്ട് വരൂ. അപ്പൊ എന്നെ ഇവിടെ പാർക്കിങ്ങിലിട്ട അവൻ സിറ്റി മാർട്ട് ഉണ്ട് ഇവിടെ തൊട്ടടുത്ത് തന്നെ. അവിടെ ഒന്ന് പോയിട്ടാണല്ലേ ടിഷ്യൂ നോക്കാൻ വേണ്ടിട്ട്. ടിഷ്യൂ പേപ്പർ ഇല്ലേ, നാട്ടിലൊക്കെ ആകുമ്പോൾ ടിഷ്യൂ പേപ്പർ ഞാൻ ഭയങ്കര റെയർ ആയിട്ടാണ് യൂസ് ചെയ്യാറുള്ളൂ. പുറത്തെല്ലാം പോകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുക, അത്രേ ഉള്ളൂ. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ടിഷ്യൂ പേപ്പറിന്റെ യൂസ് ഇത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കിയത്. നാട്ടിലാകുമ്പോൾ നമുക്ക് ഓരോന്നിനും ഓരോ തുണികളാണല്ലോ. നിലം തുടയ്ക്കാൻ ഒരു തുണി, അടുക്കളയ്ക്ക് ഒരു തുണി, കൈക്കൽ കൂട്ടാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇങ്ങനെ പാത്രമൊക്കെ ചൂട് പാത്രം പിടിക്കുന്ന കൈക്കൽ തുണിന്ന് ഞങ്ങൾ പറയും. നിങ്ങളെന്താ പറയാന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു തുണികളാണല്ലോ, അത് ഓരോ ദിവസം കഴുകി വെക്കല്. പക്ഷെ ഇവിടെ എല്ലാത്തിനും വലിച്ച് ടിഷ്യൂ എടുക്കാം. 1-2 തറ തുടയ്ക്കാൻ ടിഷ്യൂ, മേത്തുടയ്ക്കാൻ ടിഷ്യൂ, എല്ലാത്തിനും ടിഷ്യൂ ആണ്. ടിഷ്യൂ കൊണ്ട് ഏറും കളിയാണ്. അതുകൊണ്ട് ടിഷ്യൂവിന്റെ യൂസ്, ടിഷ്യൂ തീരുന്ന വഴി കാണില്ല. ഒരു വലിയ പാക്കറ്റ് കൊണ്ടുവന്നാലും എത്ര ദിവസം കൊണ്ട് പെട്ടെന്ന് അത് തീർന്നു കിട്ടും. അയ്യോ സോറി. അപ്പം അത് വാങ്ങിക്കാനാണ് പോയത്. എന്തായാലും നമുക്ക് നോക്കാം, അത് ഉണ്ടോ നോക്കാൻ പോയതാണ്. നോക്കിട്ട് വരട്ടെ. അയ്യോ, എന്റെ വണ്ടി ഇപ്പൊ ഇവിടെ തട്ടും തോന്നുന്നു. ഭഗവാനെ, കണ്ടോ? എന്തായാലും എന്നെ പാർക്കിങ്ങിൽ ഇട്ടച്ച് പോയതാ. അപ്പൊ ഞാൻ എന്തായാലും ബോറടിച്ചിരിക്കല്ലേ, നമുക്ക് ഇങ്ങനെ വർത്താനെല്ലാം പറയാം. ഡേ ടു ഡേ നമ്മള് ഈ കരാമയിലാണല്ലോ ഞങ്ങളുള്ളത്. കരാമേന്റെ മെയിൻ പ്രത്യേകത എന്താ വെച്ചാല്, ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തിന്റെ മെയിൻ പ്രത്യേകത എന്താ വെച്ചാല് എല്ലാം നമുക്ക് വാക്കബിൾ ഡിസ്റ്റൻസ് ആണ്. ഇപ്പൊ കാറിൽ എന്തുകൊണ്ടാ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവനെ വേറെ പണിയില്ലാത്തതുകൊണ്ടാണ് കാറിൽ പോകുന്നത്. എനിക്ക് നടക്കാനാണ് ഇഷ്ടം സത്യം പറഞ്ഞാൽ. പക്ഷെ അവൻ കാറിൽ പോകുന്നതാണ്. നടക്കാനാണെങ്കിൽ 5 മിനിറ്റിന്റെ ദൂരത്തിലെല്ലാം ഉണ്ട്. ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നിടത്തുനിന്ന് ലുലു, നെസ്റ്റോ, ഡേ ടു ഡേ, സിറ്റി മാർട്ട് എല്ലാം അടുത്തടുത്താണ്. ADCB മെട്രോ സ്റ്റേഷൻ എല്ലാം അടുത്തടുത്താണ്. അപ്പോൾ ഡേ ടു ഡേയിലേക്ക് നടന്നു പോയാൽ മതി ആക്ച്വലി. പിന്നെ മൂപ്പര് നടന്നില്ല എന്നും. സത്യം പറഞ്ഞാൽ ഇറങ്ങുമ്പോൾ നടന്നു പോകാന്നായിരുന്നു പറഞ്ഞത്. പക്ഷെ എനിക്ക് തോന്നുന്നു ലുലുവിലേക്ക് ആണെങ്കിൽ നടന്നു പോകാന്നാ പറഞ്ഞത്. ഡേ ടു ഡേയിലേക്ക് നമുക്ക് വണ്ടിക്ക് പോകാന്നുള്ള രീതിയിൽ മൂപ്പര് വണ്ടിക്ക് കയറി. ഓക്കെ, ഫൈൻ. ചെയ്തായാലും എനിക്കൊക്കെയാണ്. പക്ഷെ ഇപ്പൊ നടക്കാൻ പറ്റിയ ക്ലൈമറ്റ് ആണ് കേട്ടോ. ഒട്ടും വെയിലില്ല. ഞാൻ ഇങ്ങനെ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ്. പിന്നെ ഞാൻ ഈ ഉച്ച സമയത്തൊന്നും പുറത്തിറങ്ങാറില്ല. പിന്നെ എന്തെങ്കിലും വാങ്ങാൻ അതേപോലെ പോയിണ്ടെങ്കിലേ ഇറങ്ങാറുള്ളൂ. അപ്പൊ ഇതെന്തായാലും സൂപ്പർ ആയിട്ടുണ്ട്. ക്ലൈമറ്റ് അടിപൊളിയായിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഇങ്ങനെ തുടങ്ങുകയാണെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇവിടുത്തെ ക്ലൈമറ്റ് ഞാൻ പൊളിക്കും. പക്ഷെ രാത്രി ജിമ്മിലൊന്നും പോകാൻ പറ്റുന്നില്ല. രാത്രി ജിമ്മിൽ പോകുമ്പോൾ തണുത്തിട്ടുണ്ടല്ലോ, ഭയങ്കര തണുപ്പ്. ഇവിടെയുള്ള ആൾക്കാർക്കൊന്നും വലിയ തണുപ്പ് അറിഞ്ഞു തുടങ്ങിയില്ല തോന്നുന്നു. പക്ഷെ എനിക്കിങ്ങനെ ശീലമില്ലല്ലോ, ഇവിടെ വന്നതല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് തണുപ്പ്. കാരണം ഇവിടുത്തെ നല്ല കാറ്റാണ്, എപ്പോഴും നല്ല കാറ്റാണ്. അതുകൊണ്ട് തന്നെ ആ തണുത്ത്
ഇത് ഇരിക്കുന്നതിന്റെ ഇടയിൽ ആ കാറ്റും കൂടെ വരുമ്പോഴേ ഭയങ്കരമായിട്ട് തണുക്കുക. രാത്രിയൊക്കെ ജിമ്മിൽ പോകുമ്പോഴും സുംബ എടുക്കാൻ പോകുമ്പോഴൊക്കെ ഭയങ്കര തണുപ്പാണ്. തിരിച്ചു വരുമ്പോഴും പോകുമ്പോഴൊക്കെ ഭയങ്കര തണുപ്പാണ്. അതൊക്കെ ഭയങ്കര ചൂടെടുത്ത് വേർത്തൊലിച്ച് പോയിക്കൊണ്ടിരുന്നത് ഇപ്പൊ ഫുള്ള് മാറിയിട്ടുണ്ട്. അപ്പം എന്തായാലും നമുക്ക് നോക്കാം, ഡേ ടു ഡേ കാണിച്ചു തരാം കേട്ടോ. ഡേ ടു ഡേ കയറുവാണെങ്കിൽ അവൻ വരട്ടെ, അവൻ വന്നിട്ട് ബാക്കി നോക്കിയിട്ട് നമുക്ക് ഡേ ടു ഡേത്തെ വിശേഷങ്ങൾ കാണാം. കിടക്കുകയാണ് നമ്മൾ പാർക്കിംഗ് ഏരിയ അല്ലേ അബി? നമ്മളെന്താ വാങ്ങാൻ പോന്നേ? നമ്മളെങ്ങോട്ടാ പോന്നേ? മരുന്ന് കുപ്പി എടുക്കാൻ. നമ്മളെങ്ങോട്ടാ പോന്നേ? ഓക്കെ, പാർക്കിംഗ് ഉണ്ടായാൽ മതിയായിരുന്നു. പാർക്കിംഗ് 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 നോക്കാം. അപ്പൊ നമുക്ക് പാർക്ക് ചെയ്തിട്ട് ഡേ ടു ഡേയുടെ ഉള്ളിൽ കയറാട്ടാ. ഓക്കെ, ഡേ ടു ഡേ ലിഫ്റ്റ് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ ലബി, just enter into the lift. hello, മുകളിലേക്ക് അടിച്ചോ? നമുക്ക് പോവാം. പോകുന്ന ഇപ്പോഴാണല്ലോ ചോക്ലേറ്റിന്റെ സെക്ഷൻ. പക്ഷെ നമ്മളിതൊന്നും കഴിക്കൂല, വേറെ കാര്യം. സെഷൻ ഉണ്ട്, ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടോ നോക്കാറുണ്ട്, അത് കഴിക്കാറുണ്ട് കേട്ടോ. അതില്ല. ക്രിസ്മസ് വൈബ് ആയില്ലേ ഇവിടെ? ഇപ്പൊ ഫുള്ള് ക്രിസ്മസിന്റെ സെറ്റപ്പാ, കണ്ടോ? നൈസ് നോ? ഫ്രണ്ടിലൊക്കെ ഉണ്ട് കേട്ടോ. ടിഷ്യൂ ടിഷ്യൂ, I told you about tissue. ഇവിടെ എല്ലാം കിട്ടും കേട്ടോ, എല്ലാം. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറഞ്ഞ പോലെ എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ് നമ്മളെ ഡേ ടു ഡേയിൽ. ഒരു മിതമായ വില നിരക്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിക്കാം. കുട്ടികളുടെ സാധനങ്ങൾ, ഫാൻസി ഐറ്റംസ്, ഫുഡ് വെയർ, ഡ്രസ്സ്, ഇതുപോലെ വീട്ടിലേക്ക് വേണ്ട ഗ്രോസറി ഐറ്റംസ് എല്ലാം ഉണ്ട്. സൂപ്പർ ലാബി. ഹുയ് സ്മൈൽ. ആ റോള് വാങ്ങിക്കും, എല്ലാവരും അതാ പറയുന്നത്. അത് വാങ്ങിച്ചോ, അതാ നല്ലതെന്ന്. ഇതൊക്കെ കിച്ചൺ ടവൽസ്. കിച്ചണും അല്ല, അതൊക്കെ നമ്മൾ ഈ കൈക്കൽ തുണി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതുപോലെ തുടയ്ക്കാൻ ഉപയോഗിക്കാം. നമ്മളുടെ ഡേ ടു ഡേ ഞാൻ കുറച്ചേരം ഇരിക്കുകയാണ്. എനിക്ക് തലവേദന എടുക്കുന്നു. ഒരുപാട് സമയം ഇങ്ങനെ, ഇന്നലെ രാത്രി ഉറങ്ങാൻ കുറച്ച് ലേറ്റായി, അതുകൊണ്ട് തന്നെ നല്ല തലവേദന ഉണ്ട്. നമ്മൾ കുറച്ചേരം ഇരിക്കട്ടെ. എൻ്റെ ചേട്ടായി അപ്പുറത്ത് അവിടെ ഉണ്ട്, സാധനം എടുക്കാൻ പോയതാണ്. വരും, ഞാൻ അവിടെ ഇരുന്നാൽ മതി എന്നാ പറഞ്ഞു. ഇവിടെ ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പം വരട്ടേട്ടാ. വന്നു, നമ്മൾ പോവാം. കഴിഞ്ഞു ഷോപ്പിംഗ്. ഇത്രയേ ഉള്ളൂ. ഇതേപോലെ കുഞ്ഞു കുഞ്ഞു സാധനം വാങ്ങാൻ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പുറത്തിറങ്ങും. അത് നല്ല രസമാണ്. ഇടയ്ക്ക് ഞാൻ ഡ്രസ്സിൻ്റെ സെക്ഷനിൽ പോയാൽ പിന്നെ ഞങ്ങൾ തിരിച്ചു വരില്ല, അതാ പ്രശ്നം. ഡ്രസ്സും ചെരുപ്പും അതിൻ്റെ ഒരു ക്രൈസാണ്. വായി തോന്നിയൊക്കെ ഞാൻ വാങ്ങിക്കൂട്ടും. പിന്നെ ഇവിടെ നല്ല വില കുറവുമാണ് ഡ്രസ്സിനൊക്കെ ആയാലും. നല്ല റേറ്റിൻ്റെ ഉണ്ട്, പക്ഷെ നല്ല റേറ്റ് കുറവുള്ളതുണ്ട്. റേറ്റ് കുറവുള്ളത് കുറേ വാങ്ങിക്കാനാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. എന്ത് രസമൊക്കെ. ക്രിസ്മസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ എല്ലായിടത്തും ഇങ്ങനത്തെ സെറ്റപ്സ് ആണ്. ക്യൂട്ടായിട്ടില്ലേ ഡ്രസ്സാ? ഫുൾ ക്രിസ്മസ് വൈബാണ്. ഓക്കെ, അടിപൊളിയുണ്ടല്ലേ? സാന്റ മൊത്തത്തിൽ റെഡ് ആൻഡ് വൈറ്റ് മയമായി. ഹലോ 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 ഹലോ. അപ്പം നമ്മൾ ഗ്രോസറി ഐറ്റംസ് വായിച്ചു കഴിഞ്ഞ് ചേട്ടനത് അവിടെ ബില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ, അപ്പം നമ്മളെ പർച്ചേസിങ് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അതെ, കഴിഞ്ഞില്ല. അപ്പം നമുക്ക് ഇനിയും കാണാം. ഇനി നേരെ ഒരു കാപ്പി കുടിച്ച് വീട്ടിലേക്ക് പോകട്ടെ.
അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഡേ ടു ഡേ വിശേഷങ്ങൾ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ പറ ബൈ പറ മിസ്. ബൈ ബൈ. ബൈ ബൈ.